കഴിഞ്ഞ ദിവസം ഒരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഐറ്റത്തിനൊക്കെ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്താലോ? ഇതും വളരെ സിമ്പിൾ ആണെന്നേ. ഇതേപോലെ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ഷേപ്പ്, ബോഡി പോർഷൻ, ഫേസ്, വാല്, ഇത് മൂന്നും ഒന്ന് കട്ട് ചെയ്ത് പെയിന്റ് ചെയ്തെടുക്കുക. പെയിന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കെച്ച് പെൻ ആയാലും മതിയെന്നേ. ഇവിടെ ഞാൻ അധികം കളറൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു വൈറ്റ് പേർഷ്യൻ ക്യാറ്റിനെ ചെയ്തെടുക്കാന്ന് വിചാരിച്ചത്. പക്ഷേ പേർഷ്യൻ ക്യാറ്റ് ആണോ അതോ സാധാ കണ്ടംപൂച്ചയാണോ എന്ന് നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കല്ലേ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒരു സിലിണ്ടർ ഷേപ്പിൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ആ ഷേപ്പിലേക്ക് പിന്നെ തലയും വാലും ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ആ നാല് കാലും ഒന്ന് മടക്കി കൊടുത്താൽ മതിയെന്നേ. നമ്മുടെ പൂച്ച നാല് കാലം നിൽക്കുന്നത് കാണാം. ഇതേപോലെ നമുക്ക് പൂച്ച മാത്രമല്ല കേട്ടോ, വേറെ പട്ടിയോ ആടോ പശുവോ ഏത് മൃഗത്തിനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. കുറെ മോഡൽസ് പിൻട്രസ്റ്റിൽ കിടപ്പുണ്ടെന്നേ. കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ആനിമൽസിന്റെ ഫോട്ടോസ് കാണിച്ച് പരിചയപ്പെടുത്തുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ. പിന്നെ എന്റെ മോളെ പോലെ പേപ്പറും കഷ്ണം കൈ കിട്ടിയ ചെന്നം പിന്നെ വലിച്ചു കീറാതെ ഒരു സമാധാനം ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നോക്കണ്ട. ആദ്യം കാണുമ്പോൾ ഉള്ള ക്യൂരിയോസിറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഷ്ടപ്പാട് സമയമൊക്കെ എല്ലാം നഷ്ടപ്പെട്ടത് വെറുതെയാവും. അങ്ങനെ നമ്മുടെ പൂച്ച സാറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവൻ നിലത്ത് നിൽക്കോ ഇല്ലെന്നൊന്ന് നോക്കണ്ടേ. ചെറിയ ഒരു അംഗവൈകല്യം ഉള്ളതുപോലെയുണ്ട്. ആരെങ്കിലും കാല് തല്ലി ഒടിച്ചതായിരിക്കും കയ്യിലിരിപ്പുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.